മലയാളത്തിൽ സംസാരിച്ചാൽ അതായത് നമുക്ക് മലയാളികൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്, നമ്മൾ തന്നെ നടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ ആളുകൾ നമ്മളെ ആക്ഷേപിച്ച് കളയും നോക്കി അങ്ങനൊരു പേടി ഉള്ളതുകൊണ്ടായിരിക്കും. തമിഴിനാവുന്നില്ല, അവർ ദേ ആർ വെരി പ്രൗഡ് ഓഫ് സ്പീക്കിംഗ് ഇൻ ദെയർ ലാംഗ്വേജ്. ഈ പാർലമെൻറ്റിൽ ഷൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ അൺസ്റ്റാൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ കൂടെ അല്ലല്ലോ. പാർലമെൻ്ററി ഷൈൻ എന്ന് പറഞ്ഞ ഡിബേറ്റാണ്. ഓൺലി ത്രൂ ഡിബേറ്റ്. CM സ്റ്റീഫൻ പറയാം, ഐ ക്യാൻ സേ ഇറ്റ് എനിവേ, ഐ ഹാവ് നോ ഹെസിറ്റേഷൻ ടു സേ ദാറ്റ്. CM സ്റ്റീഫൻ വാസ് എ വെരി ഇഫക്റ്റീവ് കൈൻഡ് ഓഫ് മെമ്പർ. ഭയങ്കരമായിട്ട് തന്നെയല്ല, ഹി വാസ് എ ഗുഡ് ഒറേറ്റർ. ഓൺലി ഹിസ് ഇംഗ്ലീഷ് ആക്സെൻറ്റ് വാസ് ബാഡ്. എംപിമാരുടെ ആർട്ടിക്കുലേഷനെ പറ്റി സംസാരിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിമാർ പലപ്പോഴും വളരെ സ്ട്രഗിൾ ചെയ്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള എംപിമാർ കൂളായിട്ട് സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നു, അവർക്ക് അതിലൊരു പ്രശ്നമില്ല. എന്നാൽ മലയാളത്തിൽ സംസാരിക്കാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ട്രാൻസ്ലേഷൻസ് അവൈലബിൾ ആയതുകൊണ്ട്. പക്ഷെ എന്നാൽ കേരളത്തിൽ നിന്ന് എപ്പോഴും ഈ ഒരു കഷ്ടപ്പെട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന എംപിമാരെ നമ്മൾ കാണാറ്. അത് ഈ ഭാഷയുടെ ഒരു റോൾ എത്രമാത്രം ഉണ്ട്? ഭാഷയുടെ ഒരു റോൾ ഒരുപാടുണ്ട്. വളരെ ക്രൂഷ്യലായ ഒരു സംഗതിയാണ് അത് വാസ്തവത്തിൽ. അതിൽ ഇപ്പം നമ്മളിപ്പം ഈ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമൊന്നും അല്ലല്ലോ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയല്ല. പിന്നെ അത് പഠിച്ചൊക്കെയാണല്ലോ നമ്മൾ ഈ പറഞ്ഞ് നമുക്ക് പോകുന്നത്, രക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ പൊളിറ്റീഷ്യൻസ്, നമ്മുടെ പ്രത്യേകിച്ച് ഈ കേരളത്തിലെ പൊളിറ്റീഷ്യൻസ്, അവരെല്ലാം തന്നെ വളരെ ശക്തമായി മലയാളത്തിൽ പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകളാണ് മിക്കവാറുമൊക്കെ. ഈ മലയാളത്തിൽ പ്രസംഗിക്കുകയും മലയാളത്തിൽ മാത്രം സംസാരിക്കുകയും ഇംഗ്ലീഷ് തീരെ പറയാതിരിക്കുകയും പറയേണ്ട ആവശ്യമില്ലാതെ വരികയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സ്വിച്ച് ഓവർ പറ്റുകയില്ല, പ്രയാസമാണ്. അതിനിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മലയാളത്തിൽ സംസാരിച്ചാൽ അതായത് നമുക്ക് മലയാളികൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്, നമ്മൾ തന്നെ നടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ ആളുകൾ നമ്മളെ ആക്ഷേപിച്ച് കളയും നോക്കി അങ്ങനൊരു പേടി ഉള്ളതുകൊണ്ടായിരിക്കും. തമിഴിനാവുന്നില്ല, അവർ ദേ ആർ വെരി പ്രൗഡ് ഓഫ് സ്പീക്കിംഗ് ഇൻ ദെയർ ലാംഗ്വേജ്. അവിടെ ഇരിക്കുന്ന എല്ലാവരെയും എൻഗേജ് ചെയ്യണമെങ്കിൽ ഈ ട്രാൻസ്ലേഷൻ ഒക്കെ അവർ നോക്കൂ. നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കില്ല. ഇല്ല. ഇപ്പോൾ പക്ഷേ കൂടുതൽ ശ്രദ്ധിക്കുന്നത് മറ്റേ ഈ ഇത് പറയുമ്പോഴാണ്. കാരണം ആർക്കും ഒന്നും അറിയത്തില്ല ഈ പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് ഡിപ്പെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, രണ്ടും ചെയ്യുക. ഇത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അതാണ്, അങ്ങനെ ഒരു കമ്പൾഷൻ ഉണ്ട് അതിനകത്ത്. പക്ഷേ ഇങ്ങനെ നമുക്കൊരു കോംപ്ലക്സ് ഉള്ളതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. ഈ ഭാഷ ആവശ്യമാണ്. പ്രൈം മിനിസ്റ്റർ ഇതിന്റെ കാര്യം ചോദിച്ചതുപോലെ ഈ പോർട്ടുഗീസിൽ താങ്കൾ കണ്ട ഏറ്റവും നന്നായിട്ട് ഹൗസ് റൺ ചെയ്യുന്ന സ്പീക്കേഴ്സിൽ ആരായിരുന്നു? ഒരു സ്പീക്കർമാർ പലരും വളരെ ഒന്നാമത്തെ കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹെവി വെയ്റ്റ്സ് ആയിരുന്നു പൊളിറ്റിക്സിലെ പലരും. ഇപ്പം ഈ ആദ്യം മുതൽ അനന്തശയനം അയ്യങ്കാർ, മാവലങ്കർ എന്നൊക്കെ പറഞ്ഞാൽ അവർ ആക്ച്വലി സൂപ്പർമാൻ. അവരാണ് ഈ റൂൾസും ഒക്കെ ഉണ്ടാക്കുന്നതും ഈ സിസ്റ്റംസൊക്കെ ഉണ്ടാക്കിയെടുത്തത്. GV മാവലങ്കർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞ് അനന്തശയനം അയ്യങ്കാർ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന കക്ഷികളാണ്. ഈ അനന്തശയനം അയ്യങ്കാർ എന്നൊക്കെ പറയുന്നത്, മാവലങ്കർ, സർദാർ ഹുക്കും സിംഗ്, ഇവരെല്ലാം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇവരെ കുറിച്ച്. അങ്ങനെ ഉണ്ടായിരുന്ന കക്ഷികളാണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇമ്മൻസ്. അവരുടെ റൂളിങ്സൊക്കെ എന്ന് പറയുന്നത്, ഈ റൂളിങ്സൊക്കെ എല്ലാ കാലത്തും റെലവൻ്റ് ആയിരിക്കുന്ന റൂളിങ്സാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് റൂളിങ്സ്. അപ്പോൾ അതിനുശേഷം പിന്നെ സഞ്ജീവ റെഡ്ഡി പിന്നീട് പ്രസിഡൻ്റായല്ലോ. സഞ്ജീവ റെഡ്ഡി സ്പീക്കറായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് ഹൗസിൽ ഭയങ്കര ബഹളം ഉണ്ടാകും. 0 ഓവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസഹ്യമാണ്. ആ സമയത്തൊക്കെ സഞ്ജീവ് റെഡ്ഡിയുടെ ഒരു പ്രത്യേക സ്റ്റൈലായിരുന്നു. ഒരു തമാശ രൂപത്തിൽ ഈ ആളുകളെ എന്ന് പറഞ്ഞാൽ ഹി വിൽ ലൈറ്റൻ ദ മൂഡ്. ആക്ച്വലി പുള്ളി പറയുന്നത് പ്ലീസ് സിറ്റ് ഡൗൺ, ഓൾ ഓഫ് യു പ്ലീസ് സിറ്റ് ഡൗൺ.
എന്നൊക്കെ പറയുന്നത് പറഞ്ഞ് ചോദിച്ചു, ഐ വിൽ അലൗ മിസ്റ്റർ എസ് എം ബാനർജി ടു ഷൗട്ട് നൗ. നോ പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഷൗട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലാണ്. ഇങ്ങനെ പോയിരുന്നു. സകല ആളുകൾ നമുക്ക് ചിരിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു അങ്ങനെ ഒരു ലൈൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുള്ളതെന്ന് വെച്ചു. സോമനാഥ് ചാറ്റർജി, ഐ വാസ് സെക്രട്ടറി ജനറൽ വെൻ ഹി വാസ് സ്പീക്കർ. പുള്ളി പറഞ്ഞ പോലെ ഈ ലോയിലും ഒക്കെ വലിയ നോളജുള്ള ബാരിസ്റ്ററാണ്. പുള്ളി എണീറ്റ് നിന്നാൽ തന്നെ വലിയ ഭയങ്കര ഒരു ഫിഗറാണല്ലോ. പിന്നെ ശബ്ദം അതുപോലെ തന്നെ വലിയ ഭയങ്കര സ്റ്റെൻറ്റോറിയൻ വോയിസ്. അപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു പുള്ളിക്ക്. ഇതിൽ ഭയങ്കര ഇഫക്റ്റീവായിട്ട് ഒരു ദിവസം പുള്ളി ആരാണ്ട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ദ പ്രൈം മിനിസ്റ്റർ മേ നോട്ട് ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞു. What do I care for the Prime Minister? I am the Speaker of the Lok Sabha. എന്നൊക്കെ പറഞ്ഞു. അത് പത്രക്കാർ അതുപോലെ തന്നെ അങ്ങ് എഴുതിയ ഇവിടെ മൻമോഹൻ സിംഗ് വിഷമിച്ചു. മൻമോഹൻ സിംഗ് പിന്നെ സ്പീക്കറുടെ വീട്ടിൽ പോയി. എന്താ സംഭവിച്ചു എന്നുള്ളത് ആ രീതിയിലായിരുന്നു പുള്ളി പറയുമായിരുന്നു. ഓസ്ട്രേലിയയിൽ പോകാനൊരു ക്ഷണം വന്നു. ഞങ്ങൾ സാധാരണ ഇങ്ങനെ ലോകം ചുറ്റുന്ന കക്ഷികളായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി. അപ്പം എംബസിയിൽ നിന്ന് അറിയിപ്പിച്ച് അവിടെ ചെല്ലുമ്പോഴവർ ഈ സാധനം വെച്ച് മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കും സെക്യൂരിറ്റി. പുള്ളി ഉടൻ തന്നെ അത് ക്യാൻസൽ ചെയ്തു. ഓർഡർ ഐ ആം ദ സ്പീക്കർ ഓഫ് ഇന്ത്യ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. ഇഫ് ദേ ഡോണ്ട് ട്രസ്റ്റ് മീ and if they think that I am a security risk, then I better don't go there. And I will not go there. Tell them that I am not coming. ഇങ്ങനെയൊക്കെയുള്ള ആളായിരുന്നു പുള്ളി. രണ്ട് ടൈപ്പ് ഓഫ് എംപിമാരുണ്ട് ജനറലി നമ്മൾ ബ്രോഡറായി പറയാം. ഒന്ന് ലോ മേക്കിംഗ് പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള എംപിമാർ. രണ്ട് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസീസ് നന്നായി നോക്കുന്ന എംപിമാർ. ഇങ്ങനെയാണ് ജനറലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഏത് കൈൻഡ് ഓഫ് എം പി എന്ന് പറയുമ്പോൾ ഒരാളുടെ റിക്വയർമെൻറ്റ് എന്താണ് സാർ? ഈ ലോ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ, അത് സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസി നോക്കുന്ന ഒരാളാണോ? ആരാണ് നല്ല എം പി? എന്താണ് ഒരു എം പിയുടെ ചുമതല? അതാദ്യം നമുക്ക് കാണണം. ലെറ്റ് us understand what exactly is the role of an MP, is the duty of an MP. ഒരിടത്തും ഡിഫൈൻ ചെയ്തിട്ടില്ല എന്താണ്. അവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പം I will faithfully discharge the duty upon which I am about to enter. ഇങ്ങനൊരു വാചകം പറയാറുണ്ട്. I will faithfully discharge the duty upon which I am about to enter. അപ്പോൾ he is entering on a duty. But what duty it is, nobody knows. Constitution doesn't say anything. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതൊരു ലെജിസ്ലേച്ചർ. Parliament is the supreme legislature for law making. That is the primary function of a legislature, law making. Second is what? Passing the budget. കാരണം ഗവൺമെൻറ്റിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് ഇതാണ്. Parliament is sustaining the government. The government can sustain only when the Parliament gives it money. എത്ര സിമ്പിളാണ് ആ സംഗതി. ഇങ്ങനെയാണല്ലോ നമ്മുടെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൈസ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള പൈസ പാസ്സാക്കുന്നത് ഈ പാർലമെൻറ്റാണ്, ഈ അംഗങ്ങളാണ്. ഇവരുടെ കളക്റ്റീവ്ലി ആണോ പാർലമെൻ്റ് എന്ന് പറയുന്നത്. ഇവർ പാസ്സാക്കിയെങ്കിലേ ഗവൺമെൻറ് ഫങ്ഷൻ ചെയ്തുള്ളൂ. അതാണ് അവരുടെ റോള്. ടു പാസ് ദ ബജറ്റ്, മേക്ക് ലോ. ഇതാണ് നമ്മുടെ എം പിമാരുടെ ചുമതലയെന്ന് പറയുന്നത്. എം പിമാരുടെ പെർഫോമൻസ് അസസ് ചെയ്യുമ്പോൾ എപ്പോഴും ലോക്സഭയിൽ ഇവർ ചോദിച്ച ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ എത്ര ഡിബേറ്റിൽ പങ്കെടുത്തു, എത്ര എം പി ലാക്സ് സ്പെൻഡ് ചെയ്തു, അത് നമ്മളുടെ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാറുണ്ട്. അത് എത്രത്തോളം കറക്റ്റാണ്? ഈ ബീങ് സംബഡി ഇൻസൈഡ് ലോക്സഭ, ഈ ലോക്സഭയിൽ ഇവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവരുടെ ഒരു പെർഫോമൻസിൻ്റെ ക്രൈറ്റീരിയ ആണോ? നോ, അതല്ല അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അധികാരമുണ്ട്. ദാറ്റ് ഈസ് ദിയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ
the executive, that is the government, it is responsible to the legislature. Above, legislatures has a right to scrutinize the functioning of the executive. The question എന്ന് പറഞ്ഞാൽ it's a procedural device with which they scrutinize the functioning of the government. They can ask questions about anything relating to the governance. അപ്പം അങ്ങനെയാണ് ചോദ്യത്തിൻ്റെ പ്രാധാന്യം അതാണ്. അപ്പോൾ the minister is duty bound to answer because he is answerable to the house. ഇതാണ്. ഇങ്ങനെയാണ് ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറയുന്നത് they are actually discharging the responsibility. പക്ഷെ അവിടെ നടക്കുന്നത് ഈ ചോദ്യങ്ങൾ തന്നെ രണ്ട് തരത്തിലുണ്ടല്ലോ. ഒന്ന് അവിടെ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ, സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളും, മറ്റേ അതല്ലാതെ ഒരു റിട്ടേൺ ആൻസർ കിട്ടുന്ന ചോദ്യങ്ങളും. അപ്പം സാധാരണ എം പിമാർ ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ അവർക്ക് സ്വന്തമായിട്ടൊരു ചോദ്യങ്ങൾ എഴുതി കൊടുക്കാൻ സമയമില്ല. അതുകൊണ്ട് അവരാരെങ്കിലും അതിന് എംപ്ലോയ് ചെയ്യാറുണ്ട്. സാധാരണ അങ്ങനെ എല്ലാ എം പിമാരും അങ്ങനെ ചെയ്യും. അപ്പോൾ ദേ റൈറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവരിങ്ങനെ they go on writing questions. Very large number of questions are prepared by them and അതയക്കും. അപ്പോൾ ഇത് ബാലറ്റ് ചെയ്യും. ബാലറ്റ് ചെയ്തിട്ട് ഈ ചർച്ച ചെയ്യപ്പെടാനുള്ള ചോദ്യങ്ങൾ മാറ്റും. ഇതൊരു ബാലറ്റിലൂടെയാണ്. ബാലറ്റിൽ പേരിടും, ചോദ്യങ്ങളല്ല, പേരിട്ടിട്ട് പേര് വരുന്നതിൻ്റെ ആ ക്രമം അനുസരിച്ച് അവരുടെ ചോദ്യങ്ങൾ അത് വരും. അങ്ങനെ വരുമ്പോൾ ഈ സഭയിൽ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സഭയിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ 20 എണ്ണം ഒരു ദിവസം ഡിസ്കസ് ചെയ്യാൻ വെച്ച് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ്ലി 3 or 4 ക്വസ്റ്റ്യൻസ് ആർ ഡിസ്കസ്ഡ് ഇൻ ദ ഹൗസ്. അങ്ങനെയാണ്. മറ്റേത് ഇറ്റ് ഈസ് നോട്ട് ഡിസ്കസ്ഡ് ഇൻ ദ ഹൗസ് അറ്റ് ഓൾ. എ റിട്ടേൺ ആൻസർ വിൽ ബി ഗിവൺ. സാധാരണ ആളുകൾ ചെയ്യുന്നത്, പലരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ ഇഷ്യൂവിനെ കുറിച്ചായിരിക്കും ആൻസർ ഗവൺമെൻറ്റിൻ്റെ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സപ്പോസ് ടു ബി ദി മോസ്റ്റ് ഒതൻറ്റിക് കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ അത് അവർ കൊണ്ടുവന്ന് പത്രത്തിന് കൊടുക്കും. പത്രം അത് ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ അവർ പത്രം ഇത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ people will get an impression that a very important issue has been highlighted in Parliament by your MP. ഇങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഇതാണെന്ന് ഞാൻ പറയുക. I'm not going to say whether it is good or bad or that should be the way it should be done എന്നൊന്നുമല്ല പറയുന്നത്. But this is what happens. അതേ സമയത്ത് ഞാൻ ഐ എം കമ്മിങ് ടു ദാറ്റ്. ഞാൻ പറഞ്ഞത് ഈ പാർലമെൻറ്റിൽ ഷൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ അല്ലല്ലോ. പാർലമെൻറ്റിൽ ഷൈൻ എന്ന് പറഞ്ഞ ഡിബേറ്റാണ്. Only through debate you will be known, you will be counted. Only through debate. കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ അങ്ങ് എടുത്തു പറയത്തക്ക ആളുകൾ, അതിപ്പോൾ ഞാൻ പറയുന്നത് ശരിയായിരിക്കില്ലല്ലോ. അങ്ങനെ കേരളത്തിലെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരാളെ ഓർമ്മിച്ചാൽ മതി. അത് മെമ്മറബിളായിട്ടുള്ള ആളുകൾ പലരും ഉണ്ടായിരുന്നു. കൃഷ്ണമേനോനെയൊക്കെ ഒഴിച്ച് മാറ്റി നിർത്താം. ഞാൻ ആ സമയത്തുണ്ടായിരുന്നു. കൃഷ്ണമേനോൻ വസ്തുത, കൃഷ്ണമേനോൻ എ കെ ഗോപാലൻ വസ്തുത, CM സ്റ്റീഫൻ പറയാം. ഐ ക്യാൻ സേ ഇറ്റ് എനിവേ. ഐ മീൻ ഐ ഹാവ് നോ ഹെസിറ്റേഷൻ ടു സേ ദാറ്റ്. CM സ്റ്റീഫൻ വാസ് എ വെരി ഇഫക്റ്റീവ് കൈൻഡ് ഓഫ് മെമ്പർ. ഭയങ്കരമായിട്ട് തന്നെയല്ല, ഹി വാസ് എ ഗുഡ് ഒറേറ്റർ. ഓൺലി ഹിസ് ഇംഗ്ലീഷ് ആക്സെൻറ്റ് വാസ് ബാഡ്. മലയാളത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ടായിരുന്നു. നമ്മളൊഴിച്ചാൽ he was a very effective speaker. ഇവിടെ അതിൽ ഇന്ദിരാഗാന്ധി, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയെ എക്സ്പെൽ ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ ജനതാ ഗവൺമെൻറ്റിൻ്റെ സമയത്ത്. അന്ന് he became the leader of the opposition, സ്റ്റീഫൻ. അപ്പോൾ സ്റ്റീഫൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നേക്കാൾ ടോൾ ഫിഗർ സ്റ്റീഫൻ, വളരെ ഇമ്പോസിങ് ആയിട്ടൊരു പേഴ്സണാലിറ്റി. ആൻഡ് ദെൻ ഹി ഹാഡ് എ സ്റ്റെൻറ്റോറിയൻ വോയിസ്. ഇത് രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം it was a very memorable speech which he made. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് റേസ് ചെയ്തു. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഹൗസ് ഹസ് നോ പവർ ടു എക്സ്പെൽ എ മെമ്പർ എന്നുള്ളൊരു പോയിൻ്റ് അദ്ദേഹം റേസ് ചെയ്തതാണ്.
That was raised for the first time in Parliament. House has no right, has no power to expel a member. പുള്ളി പറയുന്നത് House of Commons has the power because House of Commons is called the High Court of Parliament. തന്നെയുമല്ല House of Commons മെമ്പേഴ്സിന് House of Commons itself decides when the election should be held. So ഹൗസിൻ്റെ കോമ്പസിഷനെ ഡീൽ ചെയ്യുന്ന ഹൗസ് തന്നെയാണ്. ഹൗസ് itself decides what should be the qualifications of a member. ഇതെല്ലാം ഹൗസിൻ്റെ പവറിൽ പെടുന്നതാണ്. When the election should be held, House itself issues the writ for conducting the elections. ഇങ്ങനെയുള്ള അധികാരങ്ങളാണ്. കാരണം ബ്രിട്ടീഷ് ട്രഡീഷൻ അനുസരിച്ച് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ കോർട്ട് ഓഫ് പാർലമെൻറ്റ്. ഈ പാർലമെൻറ്റ് ഉണ്ടായി വരുന്ന സമയത്ത് അതായത് 13-ാം നൂറ്റാണ്ടിൽ പാർലമെൻറ്റ് വാസ് പെർഫോമിങ് ബോത്ത് ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ പവേഴ്സ്. അങ്ങനെ ഒരു ട്രഡീഷനാണ് അവരുടേത്. ഇപ്പോഴും ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ലോർഡ്സിലെ ലോർഡ്സാണ്. അവരാണ് തീരുമാനിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് അപ്പീൽ എന്ന് പറഞ്ഞാൽ അവരാണ്. പാർലമെൻറ്റ് വാസ് ആക്ച്വലി ഈവൻ ടുഡേ പാർലമെൻറ്റ് ഈസ് പെർഫോമിങ് ജുഡീഷ്യൽ ഫങ്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹൈ കോർട്ട് ഓഫ് പാർലമെൻറ്റ് എന്നാണ് ഈ പാർലമെൻറ്റിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ദേ ഹാവ് ദാറ്റ് പവർ. അല്ലേ? അവരുടെ ആളുകളെ ഡിസിപ്ലിൻ ചെയ്യാനുള്ള പവേഴ്സ്. ഇപ്പോൾ ഡിസിപ്ലിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ഗോ ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് എക്സ്പെല്ലിങ് എ മെമ്പർ. ഈ പവർ അവർക്കേ ഉള്ളൂ. സോ ഫാർ ആസ് ദി ഇന്ത്യൻ പാർലമെൻറ്റ് ഈസ് കൺസേൺഡ്, ഇറ്റ് ഡസൻറ്റ് ഹാവ് ദാറ്റ് പവർ. Parliament of India does not have the power to regulate the composition of the House. That is decided by the law. You have a law, Representation of People Act. And then who regulates it? The Election Commission. You have a constitutional body here. So it is not within the domain of Parliament. Parliament has no role in deciding the composition of the House. But expelling a member means you are actually regulating the composition of the House. And therefore Indian Parliament does not have this power to expel a member. അപ്പോൾ അന്ന് ചെയറിൽ പ്രസിഡന്റ് ഇത് സ്പീക്കറായിട്ടിരുന്ന KS ഹെഗ്ഡെയാണ്. അദ്ദേഹം സുപ്രീം കോടതി ലോയർ ജഡ്ജായിരുന്നു. അദ്ദേഹം വളരെ നീറ്റ്ലി ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ് ഓഫ് ഇറ്റ്. പുള്ളി പറഞ്ഞു, സി യു ഹാവ് റേസ്ഡ് എ വെരി മിസ്റ്റർ സ്റ്റീഫൻ, യു ഹാവ് റേസ്ഡ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോയിൻറ്റ്. There's no doubt about it. But this point will be decided only by the Supreme Court. It is not my function as a head of the legislature to decide whether this is constitutionally valid or not. You can try that method later. But here I am not going to decide this point. പുള്ളി സൈഡ് സ്റ്റെപ്പ് ചെയ്ത് അങ്ങ് പോയി. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിരുന്നു പുള്ളി റേസ് ചെയ്തത്. പിന്നീടത് ഈ അടുത്ത കാലങ്ങളിൽ സുപ്രീം കോടതി അത് തീരുമാനിച്ചു. Indian Parliament and every legislature, not only Parliament, the state legislature also has this power to expel a member. അത് ആർട്ടിക്കിൾ 105-ൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ അത് ക്ലിയറായി. പക്ഷെ അന്ന് സ്റ്റീഫൻ റേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ആക്ച്വലി everybody was thinking hard about it. I mean, what a tremendously important point he was raising. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗം കൂടെ പറഞ്ഞ് തീർത്തേക്കാത്. ഫൈനലി പുള്ളി ആ സ്പീച്ച്, ഇറ്റ് വാസ് എ മാരത്തോൺ സ്പീച്ച്. അതിൻ്റെ അവസാനത്തിൽ പുള്ളി പറഞ്ഞു നിർത്തി എങ്ങനെയാണെന്നറിയോ, ടുഡേ യു ആർ ക്രൂസിഫൈങ് ഹർ. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയുന്നത്, ടുഡേ യു ആർ ക്രൂസിഫൈങ് ഹർ, ബട്ട് റിമെമ്പർ crucifixion is not the end of the story. After crucifixion there will be a resurrection. She will come back with the roll of thunder and the flash of lightning. എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഒരു ബിബ്ലിക്കൽ ഇതിലാണ് ഇത് പറഞ്ഞതാണ്. അത് പറഞ്ഞപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ ആ രീതിയിൽ അത് അത്ര ഇഫക്റ്റീവായിട്ട് ശക്തമായിട്ട് ഇപ്പോഴൊന്നും മനസ്സിൽ ഓർമ്മ കിടപ്പുണ്ട് എൻ്റെ. അപ്പോൾ ഹൗ ഇമ്പാക്ട്ഫുൾ ഇറ്റ് വാസ്. ആ രീതിയിൽ പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു സ്റ്റീഫൻ. അതുപോലൊന്നും പ്രസംഗിക്കാൻ അവിടെ പക്ഷെ പ്രസംഗിക്കുമായിരുന്നു ഉണ്ണികൃഷ്ണൻ, KP ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. KP ഉണ്ണികൃഷ്ണൻ വളരെ ലാംഗ്വേജൊക്കെ ഉപയോഗിക്കുന്നതിൽ വളരെ വിദഗ്ധനായിരുന്നു. രാഹുൽ
ഈ രാജീവ് ഗാന്ധിയുമായിട്ടൊക്കെ തെറ്റി കഴിഞ്ഞ് ഇപ്പുറത്ത് പ്രതിപക്ഷത്ത് വന്നപ്പോഴൊക്കെ രാജീവ് ഗാന്ധിയൊക്കെ നിശ്ചിതമായിട്ട് വിമർശിക്കുമായിരുന്നു, ഫിയർലെസ്ലി. നമ്മളിവിടെ ഇപ്പോൾ ഒരു ഇലക്ഷൻ ഒരു MP അസസ് ചെയ്യുന്നത് എത്രമാത്രം സ്വന്തം മണ്ഡലത്തിലെ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും എത്ര ഇനോഗ്രേഷൻ ഫംഗ്ഷൻസിൽ പങ്കെടുത്തു, എത്ര ഫോട്ടോയിൽ വന്നു, അതാണ് നമ്മുടെ ഒരു യാഡ് സ്റ്റിക്ക് ഒരു MP അസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊതുജനം അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. ഇതിലൊരു വലിയ പ്രശ്നം കാണുന്നുണ്ട് ചിലപ്പോൾ. ഇതാണ് ഒരു MP യാഡ് സ്റ്റിക്ക് എന്ന് പൊതുജനം ധരിക്കുമ്പോൾ അത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. കാരണം യു ഹാവ് എലക്റ്റഡ് ഇൻ ടു പാർലമെൻറ്റ്. അതിപ്പം പാർലമെൻറ്റേക്ക് എലക്ട് ചെയ്ത ആളുകൾ ഇവിടെ ചില വീടുകളിലേക്ക് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നതിൽ പങ്കെടുക്കുന്ന കാര്യത്തിനല്ലല്ലോ. അതെന്ന് പറഞ്ഞാൽ ടു പെർഫോം യുവർ റോൾ ആസ് എൻ MP ഇൻ ദ പാർലമെൻറ്റ്, അതാണല്ലോ ഉദ്ദേശം. അതും ഇഫക്റ്റീവ്ലി വെദർ ഹീ ഈസ് പ്ലേയിങ് ഇറ്റ് ഓർ നോട്ട് അതായിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനല്ല. എന്നോട് പല MP മാരും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദേ ഹാവ് നോ ടൈം. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ലല്ലോ. തന്നെയല്ല, ഇപ്പം an MP ഹാസ് ഇനോമസ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ അവൈലബിൾ ദർ. പാർലമെൻറ്റിൻ്റെ ഒരു ലൈബ്രറി, പാർലമെൻറ്റ് റിസർച്ചിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിലൂടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ മെറ്റീരിയൽ യു വാണ്ട് യു ഗെറ്റ് ഇറ്റ്. അതാണ്, അതെല്ലാം നിങ്ങൾക്ക് വായിക്കാം, പഠിക്കാം. See, after 5 years, an MP becomes an expert in certain issues, in certain matters. Financial matters ആയാലും, external affairsൻ്റെ ആയാലും, ഡിഫൻസിലായാലും. ഈ സെക്ടേഴ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ബിക്കം എൻ എക്സ്പേർട്ട്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുള്ള MPസിനെ കണ്ടിട്ടുണ്ടോ? അതാണ് അതിൻ്റെ കാര്യം. പണ്ട് PK വാസുദേവൻ നായർ ആദ്യമായിട്ട് സഭയിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴേ 50s ആദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രാഗൽഭ്യം ഒന്നും തെളിയിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹം പഠിച്ചെന്ന് പറഞ്ഞാൽ ഈ ബിക്കെയിം വൺ ഓഫ് ദ ബെസ്റ്റ് പാർലമെൻറ്റേറിയൻസ്. അങ്ങനെയുണ്ട്. ശരി, ആദ്യം പറഞ്ഞ ഈ പാർലമെന്റിൽ വളരെ ഓതന്റിക് ആയിട്ടുള്ള ഇൻഫോ കൊടുക്കണം എന്നൊരു തോട്ട് ജവഹർലാൽ നെഹ്റുവിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓവർ എ പീരീഡ് ഓഫ് ടൈം പാർലമെന്റിൽ എന്തും പറയാമെന്നൊരു സ്ഥിതി വന്നിട്ടുണ്ട്. മീൻസ് കൊടുക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് അല്ലാതിരിക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. അത് പാർലമെന്റിലെ അസംബ്ലീസിലും വരുന്നുണ്ട്. പക്ഷെ പാർലമെന്റിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? MP മാരൊക്കെ അങ്ങനെ കംപ്ലൈൻ്റൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ എന്താ ആക്ച്വലി ഹാപ്പനിങ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. MP മാർക്കൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം ഉള്ളതായിട്ട് കേൾക്കുന്നുണ്ട്. എഗെയിൻ അതിൻ്റെ കൂടെ തന്നെ ചോദിക്കട്ടെ, ഈ പാർലമെന്റിൽ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ലോക്സഭയിൽ അറ്റൻഡ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതിയിരുന്ന കുറേ പ്രൈം മിനിസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ലോക്സഭയിൽ തന്നെ വരണമെന്നില്ല, അല്ലെങ്കിൽ പാർലമെന്റിൽ തന്നെ വരണമെന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്ററിന്റെ ഒരു സമയത്തേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ പാർലമെന്ററി സിസ്റ്റം തന്നെ, ഗവൺമെന്റ് വേറെ പാർലമെന്ററി സിസ്റ്റം വേറെ എന്നൊരു സെറ്റപ്പിലേക്ക് പോകുന്നുണ്ടോ? കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അപ്പം ഇതിപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽ ഹു ബിക്കംസ് ദ പ്രൈം മിനിസ്റ്റർ. ഇന്ദിരാഗാന്ധി ആണെങ്കിലും അങ്ങനെ കൂടുതലൊന്നും വരത്തില്ലായിരുന്നു. പലപ്പോഴും അങ്ങനെയൊക്കെ വരും, അങ്ങനെ പോകുമെന്നുള്ളത്. അവിടെ ഒരു ഡേ ഉണ്ട്, വെനസ്ഡേ, ദാറ്റ് ഈസ് സപ്പോസ് ടു ബി ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഡേ. അപ്പോൾ അതൊക്കെ അന്ന് വരും. വന്നവർ 1 മണിക്കൂർ ഇരുന്നിട്ട് അങ്ങ് പോകുമായിരുന്നു. അങ്ങനെ അല്ലാതെ വന്ന് ആരുടെയും അങ്ങനെ വന്ന് ഹൗസിൽ അങ്ങനെ ഇരിക്കില്ലായിരുന്നു. അത് നെഹ്റുവിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. കാരണം ഹി വാസ് ബിൽഡിങ് അപ്പ് ദ സിസ്റ്റം. അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഒരു ലൈഫിൻ്റെ മിഷനായിട്ടും എടുത്ത് അദ്ദേഹമാണല്ലോ, അദ്ദേഹം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഈ സിസ്റ്റമൊക്കെ ഉണ്ടായത് തന്നെ. അല്ലെങ്കിൽ എന്തായിരുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിബഡീസ് ഗസ്. മനസ്സിലായല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ടത് അദ്ദേഹമാണ്. നാച്ചുറലി ഹി വാസ് സോ മച്ച് ഇൻവോൾവ് ഇൻ ഇറ്റ് ആൻഡ് ഹി വാണ്ടഡ് ടു ബിൽഡ് ദാറ്റ് സിസ്റ്റം ആൻഡ് ഹി വാണ്ടഡ്, ഇറ്റ് വാസ് ലൈക്ക് എ പ്ലാന്റ്, you manure it, nurture it, water it and makes it grow. അങ്ങനെ ആയിരുന്നത്. പക്ഷെ പിന്നീട് ആ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടില്ല. അത് ഈ പാർലമെന്ററി സിസ്റ്റം ഇപ്പോഴത്തെ രീതിയിൽ ഫോളോ ചെയ്യുന്നതിൽ നരേന്ദ്രമോദിയുടെ ഒരു കൃത്യമായ മുൻഗാമി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അല്ല, അവരുടെ കാലത്ത് അങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ പറയുക. മറ്റേ ഒരു കമൻറ്റിന് ഞാൻ തയ്യാറല്ല. ബട്ട് ഇറ്റ് ഹാപ്പൻ ഡ്യൂറിങ് എ പീരിയഡ്. അങ്ങനെയാണ്. അതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് അത്ര വ്യക്തമായിട്ട് ഇല്ല. ഞാൻ അന്നേരം അതിനകത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ കേട്ടുള്ള അറിവേ ഉള്ളൂ പലതും. പക്ഷേ ഇത് ഞാൻ ഐ ഹാവ് സീയിങ് തിങ്സ് ബിഫോർ മൈ ഐസ്. ഇറ്റ് ഈസ് ഓൾ ഹാപ്പനിങ് ബിഫോർ മീ.